ഹായ് ഡിയേഴ്സ്. പലരും പറയാറുണ്ട്, എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ, എനിക്കൊന്ന് കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ, സന്തോഷകരമായിട്ടൊരു ജീവിതം ലഭിച്ചെങ്കിൽ, എനിക്ക് ഒരുപാട് വരുമാനമുണ്ട്, അപ്പോൾ സമ്പത്ത് വേണ്ട, വരുമാനം വേണ്ട, നല്ല ജീവിത സാഹചര്യങ്ങൾ വേണ്ട, പകരം സന്തോഷം മാത്രം മതി എന്ന് പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതോടൊപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നുള്ളതും സന്തോഷം കിട്ടാനുള്ള റെമഡീസുമാണ് പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അമിതമായ ഓവർ തിങ്കിങ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റുള്ളവർ നിമിത്തമോ നമ്മൾ നിമിത്തമോ വേണ്ടപ്പെട്ടവർക്ക് വന്ന ചില ദുരന്തങ്ങൾ നിമിത്തമോ നമ്മളുടെ മനസ്സ് എപ്പോഴും അതിതീവ്രമായി പുകഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സന്തോഷമില്ല, ഹാപ്പി ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള അമിതമായ ചിന്ത. നമുക്ക് ജോലി ലഭിക്കുമോ, നമ്മുടെ കുട്ടികൾക്ക് ജോലി ലഭിക്കുമോ, കുട്ടികൾ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമോ, നമ്മൾക്ക് അപകടം വരുമോ, നമ്മൾക്ക് രോഗം വരുമോ, നമ്മുടെ സേവിങ്സ് എല്ലാം രോഗം വന്നാൽ അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുമോ എന്നിങ്ങനെയുള്ള അതിതീവ്രമായ ഓവർ തിങ്കിങ്ങും നമ്മുടെ സമാധാനകരമായിട്ടുള്ള ജീവിതത്തെ, സന്തോഷത്തെ തല്ലി തകർക്കുന്നതായിട്ട് കാണാം. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തൊട്ടടുത്ത് എവിടെയെങ്കിലും വൻപിച്ചൊരു വലിയ ദുരന്തമുണ്ടായി, നമ്മളത് നേരിട്ട് കണ്ടു, ജീവിതകാലം മൊത്തം ഒരു ട്രോമയായിട്ടത് നിൽക്കും എന്നുള്ളതാണ്. ഇതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം മാറ്റി കളയാനുള്ള, അത് സന്തോഷത്തെ ഇല്ലാതാക്കാനുള്ള ചില കാരണങ്ങളാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ഇതിനുള്ള റെമഡീസാണ്, പരിഹാരങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് പാസ്റ്റിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പാസ്റ്റിൽ പലതും സംഭവിച്ചു, അതിനെപ്പറ്റി ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ ഒരു വിഷമയമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുകയും ആ പോയിസൺ അതിവലുതായി മാറുകയും നമ്മുടെ ബോഡിയെ മൊത്തം ഹനിക്കുകയും അതുവഴി നമ്മുടെ മനസ്സിനെ ഹനിക്കുകയും ചെയ്യും. അപ്പോൾ പാസ്റ്റിനെ ക്ലീൻ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ മറക്കാൻ തയ്യാറാവുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതായത് അതിന് നമ്മൾക്ക് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാം. അതുപോലെ തന്നെ ഫോർഗീവ് തെറാപ്പി ചെയ്യാം. നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എത്ര വലിയ കൊടിയ തെറ്റും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും ചെയ്യുക, ഫോർഗീവ്നെസ് തെറാപ്പി ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള സമ്പ്രദായം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആൻസൈറ്റി കളയുക, നിങ്ങളുടെ ഉത്കണ്ഠ കളയുക. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്നത്? നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം, ആംബിഷൻ സാധിക്കണമെങ്കിൽ അത് നടക്കില്ല എന്നുള്ള ആൻസൈറ്റി ആയിരിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ആ ഗോളിനെ, ആ ലക്ഷ്യത്തെ നിങ്ങൾ ജീവിത ലക്ഷ്യമാക്കി കണ്ടുകൊണ്ട് അത് നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഗോൾ നടക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആൻസൈറ്റി കളയുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നലകളിലും ഫ്യൂച്ചറിലുമല്ല നമ്മൾ ജീവിക്കേണ്ടത്, പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴെന്താണ് നടന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രസൻറ്റിൽ ജീവിക്കുന്നവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ സമാധാനപരമായും സന്തോഷമായിട്ടിരിക്കാനും ഞാനൊരു മെഡിറ്റേഷൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ശാന്തമായൊരു സ്ഥലത്ത് നടുനിവർത്തി നല്ലവണ്ണം ഇരിക്കുക. അത് ചെയറിലും ഇരിക്കാം, താഴെ ചമ്രം പടഞ്ഞിരിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് 5 തവണ ബ്രീത്ത് ചെയ്യുക. ഉള്ളിലേക്ക് നല്ലവണ്ണം ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഉള്ളിലേക്കെടുത്ത ശ്വാസം, ഒരു പ്രാവശ്യം എടുത്ത ശ്വാസം നിങ്ങൾ പതിയെ ഇൻഹെയിൽ ചെയ്യുക, പുറത്തേക്ക് വിടുക. അങ്ങനെ 2ാമത്തെ പ്രാവശ്യവും ചെയ്യുക, 3ാമത്തെ പ്രാവശ്യം ചെയ്യുക, 4ാമത്തെ പ്രാവശ്യം ചെയ്യുക, 5ാമത്തെ പ്രാവശ്യവും ചെയ്യുക. ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് പതിയെ പുറത്തേക്ക് വിടുക. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ കുറച്ച് നിമിഷം അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം, തങ്ങി വെക്കണം. അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം പതിയെ പുറത്തേക്ക് എടുക്കാൻ. അങ്ങനെ 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം സാധാ ബ്രീത്തിങ്, കോമൺ ആയിട്ട് എടുക്കുന്ന ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചുടുനിശ്വാസം നമ്മുടെ മൂക്കിൽ തട്ടുന്നതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടാം. അതിനുശേഷം 3 പ്രാവശ്യം ദീർഘനിശ്വാസം എടുക്കുക എന്നുള്ളതാണ്. ഇത് രാവിലെയും ചെയ്യുക, വൈകിട്ടും ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ്. യൂട്യൂബിൽ കാണുന്ന പോലെയൊക്കെ വലിയ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ട. നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഈ സിമ്പിൾ മെഡിറ്റേഷൻ ചെയ്യുക. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരു ദിവസമെങ്കിലും കുറച്ച് പേരെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. മനുഷ്യജീവിതത്തിൽ ഇന്നില്ലാത്തൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താർക്ക് ചെയ്തു കൊടുത്താലും അവർക്ക് നമ്മളോട് എപ്പോഴും അത്ര സ്നേഹമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പം മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഓരോന്നും ചെയ്തു കൊടുക്കുന്നത്. നന്ദി പറയുക എന്നുള്ളതാണ്. എന്തിനു വേണമെങ്കിലും നമ്മൾ നന്ദി പറയണം. അതായത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ മെഡിറ്റേഷൻ പ്രെയർ ഒപ്പം ചെയ്യാൻ പറയും. സെക്കൻഡ് വൺ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള സംഭവം വളരെ നല്ലതാണ്. നമ്മൾ ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മൾ വേറൊരു വ്യക്തിയായി മാറുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം.